ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെറീസ് വ്ലോഗ്. ഇന്നേ ഗ്രാസിൽ കള പോണേ ഒരു മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രാസ് ഇങ്ങനെ വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇതിൽ നിറച്ച് കള പൊന്തു കേട്ടോ. ഇങ്ങനെ വേറെ പുല്ലുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പുല്ലുകൾ ഉണ്ടാവുമ്പം അത് പറിച്ച് കളയാറിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ആദ്യമൊക്കെ ഞാൻ പറിച്ച് കളയലേനി. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ കള നിറഞ്ഞിട്ട് ഞാൻ പുല്ല് വരെ ഒഴിവാക്കി രണ്ടാമത് വെച്ചതേനി. എന്നിട്ടും എൻ്റെ ഗ്രാസിൽ പിന്നെയും ഇങ്ങനെ കള വന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ മഞ്ചേരി ഒരു ചെടിൻ്റെ ഒക്കെ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനൊരു മരുന്നുണ്ട്, പുല്ല് പോകൂല, കള മാത്രമേ പോവുള്ളൂ, അതടിച്ചാൽ മതിയായിരുന്നു എന്നോട്. അപ്പോൾ അങ്ങനെ ഞാൻ പോയപ്പോൾ കണ്ടില്ലേ, ഇതാ ഇത്രങ്ങാനും കളകളാണ് ഇതിൻ്റെ അടിയിൽ കൂടെ. പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും കാണൂല കേട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിൽ നിറച്ച് കളകളുണ്ട്. അപ്പോൾ ആ മരുന്ന് കിട്ടിയ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പിന്നെ കള പറിക്കലും ഇല്ല കേട്ടോ. വെറുതെ അതിലിരുന്നുകാണ്ട് സമയം കളയേണ്ട എഴുതിയിട്ട് ആ മരുന്ന് അടിച്ചാൽ തീരാവുന്ന കേസല്ലേ ഉള്ളൂ എന്ന് എഴുതിയിട്ട് ഇപ്പോൾ കുറേ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാനിതിൽ ആ കളക്കുള്ള മരുന്ന് അടിച്ചിട്ട്. അപ്പോൾ ഇതടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വിചാരിച്ചാൽ പ്ലാന്റ് കയ്യിൽ വെച്ചിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ മെരട്ട് കൂടെ ഒന്നും നമ്മളിത് അടിക്കാൻ പാടില്ല. ഇതിൻ്റെ മെരട്ടൊക്കെ അടിച്ചാൽ ഈ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ കുറച്ച് വിട്ടിട്ട് വേണം ഈ മരുന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും നല്ലോണം ശ്രദ്ധിക്കണം. ഈ ചെടികളൊന്നും കൂടെ നമ്മൾ ഈ മരുന്ന് അടിക്കരുത്. പുല്ലിൽ മരുന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ ആൽമിക്സ് പറഞ്ഞ ഈ ഒരു പൗഡറാണ് ഈ കള പോണ മരുന്ന്. അപ്പോൾ ഇത് നമ്മൾ 10 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മളത് കലക്കേണ്ടത്. അപ്പോൾ ഈ മരുന്നും പ്ലാന്റോവെറ്റ് പറഞ്ഞാണ്ട് ഈ മരുന്നും കൂടി അതിൽ കൂട്ടാൻ പറഞ്ഞവർ ഇത് പുല്ലിന് ഗ്രാസിനൊക്കെ കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണോ അല്ലേ. അപ്പോൾ അത് പകുതി ഒഴിക്കാൻ പറഞ്ഞു. മറ്റേത് ഫുള്ള് ഒരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ആ മരുന്നുണ്ടല്ലോ, ആ മരുന്ന് ഒരു പകുതി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഈ മരുന്നിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ബാക്കിലുള്ള ഈ ഒരു പേപ്പറിലുണ്ട് കേട്ടോ. അത് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇത് ശരീരത്തിൽ നിന്നും ആക്കാതെ വേണം നമ്മളത് അടിച്ചൊക്കെ കൊടുക്കാൻ കേട്ടോ. ശ്രദ്ധിച്ച് കാണ്ട് ചെയ്യണം ഇത് ചെയ്യുന്ന ആൾക്കാർ. മാസ്കൊക്കെ ഇട്ടോണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. സ്മെല്ല് വല്ലാതെ കയറാതെക്കാൻ വേണ്ടിയിട്ടാണ് മൂക്കിൽ. അപ്പോൾ അത് ഒരു 10 ലിറ്റർ വെള്ളമാണ് വേണ്ടിയത്. ഇതിലേക്ക് ഈ മരുന്നുണ്ടല്ലോ അതൊരു പകുതി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് 2 മിക്സ് ചെയ്യട്ടോ. എന്നിട്ടൊരു 10 ലിറ്റർ വെള്ളമാക്കുക. അപ്പോൾ 10 ലിറ്റർ വെള്ളമാക്കിയിട്ട് പിന്നെ നമ്മൾ ഇത് പുല്ലിലടിക്കാൻ വേണ്ടിയിട്ടൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മളിത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഇതേമാതിരി ഇതൊരു 5 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഇതിന് അവിടെ സ്ഥിരമായിട്ട് എനിക്കിങ്ങനെ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് എടുക്കലാണ് ഞാനിത്. അതിലേക്കാണ് കേട്ടോ നമ്മളിത് ഒഴിച്ച് കൊടുക്കണത്. 10 ലിറ്റർ വെള്ളം എടുത്തോണ്ടിട്ടോ. അവരാദ്യം എന്നോട് പറഞ്ഞത് സ്പ്രേ ബോട്ടിൽ അടിക്കേണ്ട, ഒരു പാട്ടെടുത്തിട്ട് അതുകൊണ്ട് മുക്കി പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലായിടത്തും മുക്കി പറഞ്ഞ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ഈ പാട്ടുകൊണ്ട് വരുമ്പോൾ കുറേ പോകല്ലേ ഈ മരുന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മുഴുവൻ പാരാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഈ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഞാൻ അടിക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ എല്ലായിടത്തും എത്തൽ തുടങ്ങി. മറ്റേത് നമുക്ക് കുറച്ച് തോനെ ഗ്രാസ് ഉള്ളവർക്കൊന്നും അത് പറ്റൂല, മുക്കിപ്പാരലൊന്നും പറ്റൂല, അത് വേഗം മരുന്ന് കഴിയും. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താ വിചാരിച്ചാൽ ഈ ഒരു ഗ്രാസിൽ മാത്രമേ ഈ മരുന്ന് പറ്റുള്ളൂ കേട്ടോ. പേൾ ഗ്രാസിലോ അല്ലെങ്കിൽ വേറെ ഏതിലേലും കളണ്ട് വിചാരിച്ചിട്ട് അതിലൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ കരിഞ്ഞു പോകും. ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് വേറെ ഇതിലടിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊക്കെ ഫുള്ള് ഉണങ്ങിപ്പോയി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പേൾ ഗ്രാസിലോ ഒന്നും പറ്റില്ല. ഈ ഒരു ഗ്രാസിൽ മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അടിക്കുന്ന ആൾക്കാർ ഇത് നമ്മൾ അടിച്ച് കൊടുക്കുമ്പോഴേ അതിന് നമ്മൾ വേറെ ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ മെരട്ടൊന്നും ഇത് അടിക്കരുത് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അത് ഉണങ്ങിപ്പോയിട്ട് പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ വേരുമൊക്കെ എത്താൻ കണ്ടുകാണ്ട് സ്ലോ ആയിട്ട് വേണം കേട്ടോ നമ്മളിത് അടിച്ച് കൊടുക്കാൻ. പെട്ടെന്ന് അടിച്ച് പോകരുതേ.
പിന്നെ ഇതിനുള്ളത് ഒരു പ്രത്യേകത വിചാരിച്ചാൽ മഴ കൊള്ളാൻ പാടില്ല, 4 ദിവസം നമ്മൾ നനയ്ക്കരുത്. അപ്പോൾ 4 ദിവസം നമ്മളിത് വെള്ളം തൊടിക്കരുത് എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്യുമോയെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു മഴക്കാലമാണല്ലോ. അപ്പോൾ ഇന്ന് മഴ കാണാനില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചതാണ്. 4 ദിവസം കിട്ടിയാൽ കഴിച്ചിലായി. ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞാണ്ട് വേഗം മറ്റേ ഭാഗത്തൂടി അടിക്കട്ടെ എത്തി പോയതാണ് കേട്ടോ. എല്ലായിടത്തും ഭയങ്കര കളയാണ്. ചെടി ചാടി മുളച്ചതൊക്കെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് പറിച്ച് കൊണ്ടുപോയി വെക്കണത്. ആ മരുന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇതാ ഈ ഒരു ചെടിയിലുണ്ടല്ലോ നിറച്ച് പുഴുക്കളാണ്. ഇപ്പോൾ ഇതിലെ ഒരു 2 കളറുള്ള ഒരു പുഴുക്കൾ, അത് ഫുള്ള് പാൻസും തിന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ഇലകളൊക്കെ ഒരു വൃത്തിയില്ലാണ്ട് അയക്കണമൊക്കെ തിന്ന് കഴിച്ച്, ഒരു പൂവ് ഇല ഒരു തൈ ഉണ്ടായി വരുന്നതൊക്കെ ഓല് തിന്ന് കഴിക്കുകയാണ്. ഇതിങ്ങനെ ആവുമ്പോൾ ഞാനൊരു മരുന്ന് അടിച്ച് കൊടുക്കലുണ്ട് കേട്ടോ, പുഴുക്കേടൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഈ ടാറ്റാഫിൻ്റെ ഈ മരുന്നാണ് ഞാൻ അടിച്ചു കൊടുക്കൽ. ഉറുമ്പിനും ചെടിക്കും ഒക്കെ തന്നെയാണ് അടിക്കൽ. ഉറുമ്പ് പറഞ്ഞാൽ ഒന്നായിട്ടുണ്ടല്ലോ ചില സമയത്ത് ജനാൻ്റെ ഉള്ളിലൊക്കെ, അപ്പോൾ അതിനൊക്കെ ഞാനിത് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതേമാതിരി ഒരു ബോട്ടിലെടുത്തിട്ട് അതിക്കൊരു 8-10 തുള്ളി ഉറ്റിച്ചാൽ മതി കേട്ടോ. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇട്ടത്, ഇതിലേക്കൊരു 10 തുള്ളി ഉറ്റിച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് അതിൽ വെള്ളം എടുത്തിട്ട് അത് ഉറ്റിച്ചിട്ട് നമ്മൾ അത് നല്ലോണം അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പുഴുക്കേടുള്ള എല്ലാ സാധനത്തിലും നമുക്ക് സ്പ്രേ ചെയ്യട്ടത്. മുളകിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ ഇത് സ്പ്രേ ചെയ്താൽ എളുപ്പം ശരിയാവും കേട്ടോ. പിന്നെ ഓർക്കിഡിനും എല്ലാ ചെടികൾക്കും നമുക്കിത് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടാണ് ഇതിന്. ഈ പുഴുക്കൾ മത്സരിച്ച് തിന്നാണ് കേട്ടോ ഇപ്പോൾ ചെടികളൊക്കെ. ഇപ്പം നിറച്ചാത്തപ്പോൾ പുഴുക്കൾ ഉണ്ടായിക്കണമല്ലോ, സിറ്റൗട്ടിക്കൊക്കെ ഇങ്ങനെ കയറി വരും. ഓർക്കിഡിനൊക്കെ ഞാനിത് ഞാനിത് ഈ ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ അതിൻ്റെ ഇല കൊഴിച്ചിലും മഞ്ഞപ്പും ഒക്കെ നിൽക്കും ഈ മരുന്ന് ഉപയോഗിച്ചാൽ. തെച്ചിക്കും അടേനിയത്തിനും ഒക്കെ ഞാൻ ഈ മരുന്ന് തന്നെയാണ് ഉപയോഗിക്കൽ. തെച്ചിമ്മലൊക്കെ നിറച്ച് പുഴുക്കളാണ്, അതിനൊക്കെ ഞാനിത് അങ്ങനെ മരുന്നടിക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ അടിച്ചു തരാനൊക്കെ പോയിട്ടോ. മുറ്റൊന്നും അടിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ വേഗം അതിന് പോയതാണ് കേട്ടോ. ആ ചെടീൻ്റെ ഇലയൊക്കെ ഒന്ന് വെട്ടായിട്ട് നിറഞ്ഞീന് കേട്ടോ ചട്ടിയിൽ ഇങ്ങോട്ട്. അപ്പോൾ അതൊക്കെ വേണ്ടാത്തതൊക്കെ വെട്ടിയിട്ട് കണ്ട് വേഗം അടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞിട്ട് വേണം, അകത്തത്തെ പണികളൊന്നും എടുക്കാതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അകത്തുള്ള പണികളൊക്കെ എടുക്കാൻ. അപ്പോൾ അതിന് വേഗം അടിച്ചു വരികയാണ് കേട്ടോ. പിന്നെ വേഗം മുൻഭാഗത്തേക്ക് പോയിക്കാണ്ട് അവിടെയും കൂടി ഒന്ന് അടിച്ചു തരട്ടെ എഴുതി വേഗം പോയതാണ്. അപ്പോൾ ചെരുപ്പൊക്കെ കൊണ്ടുപോയി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ചെരുപ്പ് ഇങ്ങനെ മുന്നിലിടുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണില്ലേ, ഒരു സുഖം കിട്ടൂലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി ഇങ്ങോട്ട് സ്റ്റാൻഡുമ്പോൾ കൊണ്ടുവച്ചാൽ നമുക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു സമാധാനമാണല്ലോ. അപ്പോൾ അതിനാണ് വേഗം ചെരുപ്പൊക്കെ കൊണ്ടുവച്ചാണ്ട് വേഗം അടിച്ചു വരുന്നത്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞാണ്ട് അകത്ത് കയറി പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കാടിട്ടാൻ ആൾ വന്നിട്ടോ. തൊടുവിലാണെങ്കിൽ പുല്ലിങ്ങോട്ട് നിറഞ്ഞിട്ട് ആ ഒരു കടിക്കണ തൂവുണ്ടല്ലോ, എന്താ പറയുക ഞങ്ങളൊക്കെ അറിയില്ല, ആ സാധനം കടിച്ചിട്ട് തൊടുവൊക്കെ ഇറങ്ങാനേ കഴിയൂലേനി. അപ്പോൾ കാട് വെട്ടാൻ ആൾ വന്നപ്പോൾ സുഖമായി. അപ്പോൾ വേഗം അവിടെ കാട് വെട്ടണുണ്ട്. അടക്കാ തേങ്ങ ഒന്ന് ചാടിയത് കാണുന്നുണ്ടല്ലോ കേട്ടോ കാട് കൊണ്ട്. അവന് പോകുന്നതൊക്കെ വെട്ടിയതുകൊണ്ട് ഇപ്പോൾ സുഖമായി. അപ്പോൾ അതൊക്കെ കാണൽ തുടങ്ങി. അപ്പോൾ അതൊക്കെ പെറുക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ പാത്രമായിട്ട് ഇറങ്ങിയതാണ്. കുറേ അടക്കൊക്കെ ചാടി കിടക്കണുണ്ട്, അപ്പോൾ അതൊക്കെ പെറുക്കിയിടുകയാണ് കേട്ടോ. തൂവ കടിക്കണതിനെ കൊണ്ട് ചൊറിഞ്ഞിരിക്കേണ്ട എത്തിയിട്ട് തൊടുക്ക് ഇറങ്ങലില്ലേനു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ അടക്കുന്നുണ്ട്, ചാടിയത് തേങ്ങയൊക്കെ ഉണ്ട്. ഞാൻ അതിൽ പോയി നോക്കിയപ്പോൾ ഉണങ്ങി കിടക്കണുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടിട്ട് എഴുതിയിട്ട് ഇറങ്ങിയതാണ്. പറമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറമ്പിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കും. പുല്ലിങ്ങോട്ട് നിറഞ്ഞിട്ട് ഇറങ്ങാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കേനു കേട്ടോ. ഇറങ്ങിയാൽ ഒരു 1/4 മണിക്കൂർ കാല് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്ക്കൂല. അപ്പോൾ അതാണ് ഇങ്ങനെ ഇറങ്ങാതെ നിന്നീനത്. അപ്പോൾ ഇന്നിപ്പോൾ കാടൊക്കെ പോയപ്പം വേഗം ഇറങ്ങി ഉള്ള അടക്കൊക്കെ വേഗം പെറുക്കുകയാണ്. അടക്കയും തേങ്ങയും ഒക്കെ ഉണ്ട്. കുറേ പച്ചമുളകും ഉണ്ടായിക്കണ്, കാന്താരി മുളക്. അപ്പോൾ അതും വേണമെന്ന് പറിച്ചെടുക്കുക. അടക്ക കുറേ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. പ്രാവശ്യം അടക്കൊന്നും വല്ലാതെ ഇല്ലല്ലോ. ഉള്ളതാണെങ്കിൽ വണ്ണല്ലാത്ത ചെറിയ അടക്കകളാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തേനൊക്കെ അടക്കടാനൊക്കെ ടൈം ആയിക്കണേ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലേ, അടക്കൊക്കെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വേനലുകൊണ്ടാണ് ഇക്കോലത്തിലായതില്ലേ. അടക്കട്ടാവുന്ന കർഷകരൊക്കെ പ്രാവശ്യം ആകെ സ്വീപ്പായില്ലേ. എന്താ ഇപ്പോൾ ചെയ്യുക.
ഈ പ്രാവശ്യം തന്നെയാലും അങ്ങനത്തെ വേനലൊന്നും ഇല്ലാതെക്കട്ടെ. ഈ തേങ്ങയൊക്കെ പെറുക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ. തേങ്ങയൊക്കെ ഉണ്ട് ചാടി കിടക്കണം കുറേ. തേങ്ങയൊക്കെ ഞാൻ വേഗം പെറുക്കി കൂട്ടിട്ടോ. എന്നിട്ട് വേണം മുളകൊക്കെ കുറേ ഉണ്ട് അറക്കാൻ. കുറേ മെരട്ട് കാന്താരി മുളക് ഉണ്ടായിക്കണേ. അപ്പോൾ അതും കൂടി അറക്കട്ടെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ ഈ കാന്താരി മുളകൊക്കെ ഞാൻ പറിച്ചെടുത്താണ് കേട്ടോ. ഇനി ഒരു ഉള്ളതുകൂടി പറിച്ചെടുക്കണം. ഈ കാന്താരി മുളക് വിനാഗിരി പാർന്ന് വെച്ചിട്ട് പിന്നെ ഉപ്പ് ഇട്ട് വെച്ചാൽ കുറച്ച് 2-3-4 മാസം കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ. അങ്ങനെ ആക്കണം എഴുതിയിട്ടാണ് ഇതൊക്കെ പറിച്ചെടുക്കണത്. എന്തായാലും വെറുതെ ചാടി പോവുകയാണല്ലോ, അപ്പോൾ വേഗമൊക്കെ പറിച്ചെടുക്കട്ടെ വിചാരിച്ച്. കാന്താരി മുളകൊക്കെ ഫുള്ള് പറിച്ചെടുത്തിട്ടോ. രാത്രി കിട്ടി പറിച്ചെടുത്തിട്ട്. അടക്ക പെറുക്കലും തേങ്ങ പെറുക്കലും കാന്താരി മുളക് എടുക്കലൊക്കെ കഴിഞ്ഞ് ഫുള്ളായിട്ടാ. പിന്നെ ഈ മരം ഉണ്ടല്ലോ, ഇത് പീനട്ട് ബട്ടർ പറഞ്ഞൊരു മരമാണ് കേട്ടോ. പീനട്ട് ബട്ടർ ഇറങ്ങാണ്ട് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് ഞാൻ മുറ്റത്തായിരുന്നു ഇത് ആദ്യം കുഴിച്ചിട്ടീനത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഇത് ഫ്രൂട്ട് തിന്ന് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. ഭയങ്കര വിറ്റാമിൻസൊക്കെയാണെന്നാണ് പറയണത്. ഓരോ കിളികൾക്ക് വേണ്ടത്. വലിയ മുറ്റത്തുനിന്ന് പറിച്ചിട്ട് ഞാൻ തൊടുക്ക് വെച്ചതാണിത്, പറമ്പിൽ വെച്ചതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും, കുറേ കാണാതൊക്കെ ചാടിപ്പോവും. കാണുമ്പോഴൊക്കെ ഞങ്ങളെടുത്ത് തിന്നു. ഇതിൻ്റെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട്. ഇതിങ്ങനെ കടിച്ച് ചിലർക്കൊന്നും ഇത് ഇഷ്ടമല്ല, പക്ഷെ ഞാനത് തിന്നലുണ്ട് കേട്ടോ. കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തുകൊണ്ട് ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.